നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ 1908 to 1994 അതായിരുന്നു അദ്ദേഹം ജീവിച്ച കാലഘട്ടം. ഏകദേശം ഒരു 10-30 വർഷം അടുത്ത് ആകാറായിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് തന്നെ. എന്നിട്ടും ഇന്ന് ഇത്രയും ആളുകളുടെ, ഒരുപാട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ എല്ലാ മനസ്സുകളിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും മരിക്കാതെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനൊരു കാരണമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പ്രത്യേകത. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓഥറിനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വൈക്കം മുഹമ്മദ് ബഷീർ, who is fondly remembered as Beypur Sultan, is a humanist freedom fighter, novelist and short story writer from Kerala. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കേരളത്തിൽ നിന്നുള്ള ഒരു ഫ്രീഡം ഫൈറ്ററും നോവലിസ്റ്റും ഒക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He is noted for his disarming, down-to-earth style of writing that made him equally popular. അപ്പം ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന അവരുടെ ഭാഷ അനുസരിച്ചുള്ള ഒരു എഴുത്ത് ശൈലി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അതാണ് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ പ്രശസ്തിയുടെ കാരണമെന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. His notable works include ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ എക്സെട്ര. 2-3 വർക്ക്സ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല, പാത്തുമ്മയുടെ ആടും മതിലുകളും ബാല്യകാലസഖി മാത്രമല്ല ബഷീറിന്റെ എഴുത്തുകളിൽ പെടുന്നത്. എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വളരെ മനോഹരമായ പ്രസിദ്ധമായ മറ്റൊരു പുസ്തകമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. He was awarded പത്മശ്രീ in 1984. 1982 വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എളുപ്പമായിരുന്നല്ലോ അല്ലേ? അപ്പം കൂട്ടുകാര് ഇപ്പോൾ നമ്മുടെ എഴുത്തുകാരനെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്കാണ് പോവേണ്ടത്. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ സ്നേക്ക് ആൻഡ് ദി മിറർ. അപ്പൊ എന്താണ് ഈ കഥ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. Has a snake ever coiled itself round any part of your body? A full-blooded cobra. All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അപ്പോൾ ഈ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ചോദ്യം വെച്ചിട്ടാണ്. എന്നെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ ആരുടെയും ഉണ്ടോ? എന്ത് പേടിപ്പിക്കുന്ന ചോദ്യമാണല്ലേ? അത്ര പേടിപ്പിക്കുന്ന ചോദ്യമായതുകൊണ്ടാണ് ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവിടെ ഫുൾ സൈലന്റ് ആയത്. ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫുള്ളി ഗ്രോണപ്പ് ആയിട്ടുള്ള, നന്നായി വളർച്ച പൂർത്തിയായിട്ടുള്ള, നല്ല വെനമസ് ആയിട്ടുള്ള, വിഷകാരിയ, നല്ല വിഷമുള്ള ആ ഒരു വലിയ മൂർഖൻ പാമ്പ്. അത് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ചുറ്റിയിട്ടുണ്ടോന്നായിരുന്നു ചോദിച്ചത്. ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ഹോമിയോപത്ത്, ഒരു ഹോമിയോ ഡോക്ടറാണ് ചോദിച്ചത്. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ എല്ലാവരും സൈലന്റ് ആയി. എന്നിട്ട് എല്ലാവരും ഡോക്ടർ ബാക്കി എന്താണ് ഡോക്ടർ പറയാൻ പോകുന്നത്, എന്തോ ഒരു കാര്യമാണ്, ആ കഥ, ടെയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ്, ആ സ്റ്റോറി എന്താണെന്ന് കേൾക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. നമുക്കും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. ഓക്കെ. It was a hot summer night, about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. The house was not electrified. It was a small, rented room. I had just set up medical practice and my earnings were meagre. I had about 60 rupees in my suitcase, along with one shirts and dhotis. I also possessed one solitary black coat which I was then wearing. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്റ്റോറി നടക്കുന്ന സമയമാണ് പറഞ്ഞിരിക്കുന്നത്. സമ്മർ സീസണിലെ ഒരു നൈറ്റ്, 10 മണി, നല്ല ചൂടുള്ള വേനൽക്കാലത്തെ ഒരു ദിവസം രാത്രി 10 മണിയാണ്. അപ്പോൾ ഡോക്ടർ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഡോക്ടറുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് റൂമിലേക്ക് വന്നു.
എന്നിട്ട് ഡോറ് ഓപ്പൺ ചെയ്തു. ആരുടെ? ഡോക്ടറുടെ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ച് സൗണ്ടുകളൊക്കെ കേട്ടു. ഇറ്റ് വാസ് എ ഫാമിലിയർ സൗണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡോക്ടർക്ക് വളരെ പരിചിതമായ ശബ്ദമാണ്. എന്നിട്ട് ഡോക്ടർ ഇവിടെ തമാശ രൂപേണ പറഞ്ഞിരിക്കുകയാണ്, ഡോക്ടർ റൂം ഷെയർ ചെയ്യുന്നത് കുറച്ച് എലികളുടെ കൂടെയാണ്. അപ്പൊ സൗണ്ട് കേട്ടത് ആരുടെ ആയിരുന്നു? ഈ എലികളുടെ ശബ്ദമായിരുന്നു ഡോർ ഓപ്പൺ ചെയ്തപ്പം കേട്ടത്. അത് പരിചിതമായ ശബ്ദമായതുകൊണ്ട് ഡോക്ടർക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വന്നു, ലാമ്പ് ലൈറ്റ് ചെയ്തു, വിളക്ക് തെളിച്ച് അവിടെ വെച്ചു. ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇന്ന് ഉള്ളത് ഇലക്ട്രിസിറ്റി ഒന്നും അവിടെ ഇല്ല. അപ്പം വിളക്ക്, മേ ബി മണ്ണെണ്ണ വിളക്കൊക്കെ ആയിരിക്കാം അന്ന് ഉണ്ടായിരുന്നത്. ആ വിളക്ക് ഡോക്ടർ അവിടെ തെളിച്ചു വെച്ചു. അതുപോലെ തന്നെ ഇറ്റ് വാസ് എ റെന്റഡ് റൂം. വാടകയ്ക്ക് എടുത്ത ഒരു മുറിയായിരുന്നു അത്. ഡോക്ടറുടെ സമയം എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡോക്ടറുടെ ലൈഫ് എന്ന് പറയുന്നത്? ഇറ്റ് വാസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. ജസ്റ്റ് ഡോക്ടർ എന്നുള്ള പദവി കിട്ടി പഠിച്ചിറങ്ങി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടമാണ്. വളരെ പേരോ പ്രശസ്തിയോ ഒരുപാട് പണമോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ കരിയർ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു. അയാളുടെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം എന്ന് പറയുന്നത് ആകെ 60 രൂപയാണ്. അത് ആ സൂട്ട് കേസിലുണ്ട്. ആ 60 രൂപ കൂടാതെ അദ്ദേഹത്തിന്റെ സൂട്ട് കേസിലുള്ളത് മുണ്ടും കുറച്ച് ഷർട്ടും പിന്നെ എപ്പോഴും ധരിക്കാറുള്ള അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് സോളിറ്ററി കോട്ടും. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ബിലോങ്ങിങ്സ്, സ്വന്തം സാധനങ്ങൾ എന്ന് പറയാനായിട്ട് ശരിക്കും ആ റെന്റഡ് റൂമില് സൂട്ട് കേസിലുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നേ? 60 rupees ഉണ്ടായിരുന്നു, സോളിറ്ററി ബ്ലാക്ക് കോട്ട് ഉണ്ട്, പിന്നെ ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. ഇത്ര സാധനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ബിലോങ്ങിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര വരെ സ്റ്റോറി നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ബാക്കി കഥ കൂടെ നമുക്ക് അറിയണ്ടേ? അപ്പം എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തോളുക. 4th paragraph. I took off my black coat, white shirt and not so white vest and hanged them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind caught seemed to have taken time off. എന്താ 4th paragraphൽ പറയുന്നത്? ഡോക്ടർ റൂമിൽ കയറി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? വന്നിട്ട് എന്താണ്? ഡോക്ടറിന്റെ ഷർട്ടും കോട്ടും വൈറ്റ് ബനിയനും എല്ലാം റിമൂവ് ചെയ്ത് അവിടെ തൂക്കിയിട്ടു. അവിടെ ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫിഗറിൽ നോക്കി കറക്റ്റ് ആയിട്ട് കാണാം. ഡോക്ടർ അതെല്ലാം അവിടെ ഊരി ഹാങ് ചെയ്ത് ഇട്ടു. അപ്പൊ ആ റൂം എങ്ങനെയുള്ള റൂമാണ്? 2 വിൻഡോ ഉണ്ട്, പിന്നെ ഔട്ടർ ഏരിയയിലേക്കാണ്, അത് വെളിയിലേക്ക് ജനല് തുറന്നു കഴിഞ്ഞാൽ പുറത്തെ മുറ്റം കാട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സൈഡിലുള്ള ഒരു റൂമാണ്. ഓക്കെ, അപ്പൊ ഈ വിൻഡോ തുറന്നിട്ടു. എന്നിട്ട് ഡോക്ടർ റൂമില് ബെഡൊക്കെ റെഡിയാക്കി ഇട്ടു. എന്നിട്ട് കിടക്കാനായിട്ട് പോവാണ്. അപ്പൊ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പഴയ വീടാണ്. പഴയ വീടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ചില കൂട്ടുകാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ത്രികോണത്തിൽ ആണ് അതിന്റെ റൂഫിംഗ് വന്നിരിക്കുന്നത്, മുകളിലേക്ക് ഉയർന്ന്. എന്നിട്ട് അതിൽ ബീമാണുള്ളത്, ഉത്തരം എന്ന് പറയും, വീടിന്റെ ഉത്തരം. അപ്പൊ അതിൽ ആ ബീമിൽ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തടിക്കഷ്ണത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മുടെ റാറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്. ബിസി ട്രാഫിക് ഓഫ് റാറ്റ്സ്. ഈ റാറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ റൂമിൽ എന്നും സംഭവിക്കുന്ന കാര്യമാണ്. നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ പറഞ്ഞത് ഡിസ്കസ് ചെയ്തപ്പം ആ കേട്ട സൗണ്ട് വളരെ ഫെമിലിയർ ആണെന്നുള്ളത്. അപ്പൊ ഡോക്ടർ ബെഡൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ കയറി കിടന്നു. ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നുള്ളതാണ്. ഡോക്ടർ കിടന്നിട്ട് ഡോക്ടർക്ക് ഉറക്കം വന്നില്ല. ഡോക്ടർ എന്ത് ചെയ്തു? ഡോർ തുറന്ന് വരാന്തയിൽ ഇറങ്ങി കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി അവിടെ നിന്നു. പക്ഷേ എന്താണ്? ദർ ഇസ് നോ വിൻഡ്. കാറ്റൊന്നും കിട്ടിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം ഇനി അടുത്തത് എന്താ സംഭവിച്ചത്. കാറ്റ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദ 5th paragraph. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty and I believed in making
myself look handsome. I was unmarried and a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. അപ്പോൾ എന്താണ്, കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്തു, തിരിച്ചു റൂമിൽ കയറി. അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് ടേബിളിൻ്റെ മുമ്പിൽ. ആ ചെയറിൽ ഡോക്ടർ ഇരുന്നു. ആ ടേബിളിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. എന്താണ് ബുക്കിൻ്റെ പേര്? ദ മെറ്റീരിയ മെഡിക്ക. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ബുക്ക്. ബുക്ക് എടുത്തിട്ട് ഡോക്ടർ അവിടെ ഇരുന്നു. അപ്പം ഡോക്ടർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ആ ടേബിളിൽ ഒരു മിറർ ഉണ്ട്. ദെൻ ദർ ഈസ് എ ലാമ്പ് ആൻഡ് എ സ്മോൾ കോംബ്. ഒരു ചീപ്പും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണാടി നമ്മുടെ തൊട്ട് മുമ്പിലോ അടുത്തോ എവിടെ ഉണ്ടെങ്കിൽ നാച്ചുറലി നമുക്കൊരു ടെംപ്ടേഷൻ ഉണ്ടാകാറുണ്ട്. എന്ത് ടെംപ്ടേഷനാണ് ഉണ്ടാകുന്നത്? ആ കണ്ണാടി അവിടെ ഇരിക്കുമ്പോൾ എന്താണ്, നമ്മളെങ്ങനെയാണ്, നല്ലതാണോ എന്നൊന്ന് നോക്കും അല്ലേ? ഗ്ലാമറിന് എന്തെങ്കിലും കുറവൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും, ശരിയല്ലേ? അപ്പൊ എന്താണ്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർക്കും ആ ഒരു ഫീൽ ഉണ്ടായി. കണ്ണാടി വെറുതെ അവിടെ ഇരിക്കുകയല്ലേ, എന്നാ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു. ഡോക്ടർ കണ്ണാടിയിലേക്ക് നോക്കി. അപ്പൊ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ ചെറുപ്പകാലമാണ് അല്ലെ. നമ്മൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, പുതിയ കൊച്ചു ഡോക്ടറാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഡോക്ടർ അഡ്മയറർ ഓഫ് ബ്യൂട്ടി, ഭയങ്കര സൗന്ദര്യ ആരാധകനായിരുന്നു അദ്ദേഹം. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ ഡോക്ടർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ചീപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്തു, പതിയെ ചീപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് ചീകി ഒന്ന് മിനുക്കി ഒന്ന് സുന്ദരനായേക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ ഡോക്ടർ ഈ മുടി ചെയ്യുന്നതിനിടയ്ക്ക് എന്താ നടക്കുന്നത്, ആ മോളിൽ നിന്ന് നമ്മുടെ ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സൗണ്ടാണ് ദ ഫെമിലിയർ സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദി റാറ്റ്സ് ട്രാഫിക്. അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിച്ചാലോ? 7th paragraph കേട്ടോ. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. അപ്പൊ കണ്ണാടി നോക്കിയിരുന്ന് ഇങ്ങനെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുടിയൊക്കെ ചെയ്യിരിക്കാന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഡോക്ടർ തീരുമാനിച്ചു. എന്താണെന്നറിയാവോ? കുറച്ച് കല്യാണമൊക്കെ കഴിക്കാത്ത ഒരു കൊച്ചു യുവ ഡോക്ടർ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഡെയിലി ഷേവ് ചെയ്യാം, എന്നിട്ട് വളരെ തിന്നായിട്ടുള്ള ഒരു മൊസ്റ്റാഷ് മാത്രം വെക്കുക. അപ്പൊ കുറച്ചും കൂടെ ഹാൻസം ലുക്ക് കിട്ടുമെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. അപ്പൊ ഡോക്ടർ സൗന്ദര്യ ആരാധകനെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. അപ്പൊ സൗന്ദര്യ ആരാധകനായ ഡോക്ടർ കുറച്ചും കൂടെ ഹാൻസം ആകാൻ, അൺമാരിഡ് മാൻ ആണ് അല്ലേ, കുറച്ചും കൂടെ ഹാൻസം ആകാൻ വേണ്ടിയിട്ട് നല്ലൊരു പുതിയ വഴി കണ്ടുപിടിച്ചു. എന്നും ഷേവ് ചെയ്യുക, തിന്നായിട്ടുള്ള മൊസ്റ്റാഷ് മാത്രം വെച്ചാൽ മതി. പിന്നെ വേറെ എന്തൊക്കെ ഡോക്ടർ കണ്ടുപിടിച്ചത് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് വായിക്കാം. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on tip of it. Again came that noise from above. അപ്പൊ കണ്ണാടി നോക്കി ഇരുന്നിട്ട് ഡെയിലി ഷേവ് ചെയ്യണം, കുറച്ചും കൂടെ ഹാൻസം ആകുമെന്ന് പഠിച്ചു. ആ കൂട്ടത്തിൽ തന്നെ വേറെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ഡോക്ടർ എടുത്തു. എന്താണ്? ആ ഡോക്ടർ ഇങ്ങനെ നോക്കിയിരുന്നപ്പം ഒന്ന് ചിരിച്ചു നോക്കി. ആ ചിരി കണ്ടപ്പോൾ ഡോക്ടർക്ക് തോന്നി, ഒന്ന് ചിരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഹാൻസം ആവുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഡോക്ടർ എന്ത് തീരുമാനിച്ചു? രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു എപ്പോഴും ഒരു ചിരി മുഖത്തുണ്ടാക്കി വെക്കുക. ഒന്ന് ചിരിച്ചു നോക്കിക്കേ നിങ്ങൾ എല്ലാവരും. ശരിക്കും നമ്മളൊക്കെ എന്ത് സുന്ദരന്മാരും സുന്ദരികളോ അല്ലേ. അപ്പൊ ഡോക്ടറും അങ്ങനെ തീരുമാനിച്ചു. ആഫ്റ്റർ ഓൾ ഹീസ് എ യങ് ബാച്ചിലർ മാൻ, ഒരു സുന്ദരനായ യുവാവായതുകൊണ്ട് തന്നെ ആ ചിരി എപ്പോഴും അങ്ങനെ മുഖത്ത് വെക്കാനായിട്ട് ഡോക്ടർ തീരുമാനിച്ചു. ഇതിങ്ങനെ ഡോക്ടർ ചിന്തിച്ചോണ്ടിരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? വീണ്ടും ആ ശബ്ദം മോളിൽ നിന്ന് കേട്ടു. എന്തോ ഒരു ശബ്ദം. ഓക്കെ, ഏത് ശബ്ദമാണ്? ദ ഫെമിലിയർ സൗണ്ട്, എപ്പോഴും ഡോക്ടർ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സൗണ്ട് തന്നെ. ഇതുവരെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എല്ലാ കൂട്ടുകാർക്കും? ശരി, അപ്പൊ നമുക്ക് കഥയുടെ ബാക്കി നോക്കാം. I got up, lit a beedi and paced up and down the room. Then another lovely thought struck me. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. അപ്പോൾ എന്താണ്? ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യം കൂടി അങ്ങ് തീരുമാനിച്ചു. എന്താണ്? അപ്പൊ ഇരുന്നിടത്ത് നിന്ന് ഡോക്ടർ എഴുന്നേറ്റു കേട്ടോ. ഡോക്ടർ എഴുന്നേറ്റിട്ട് ഒരു ബീഡിയൊക്കെ കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന പോലെ തന്നെ ബീഡി ഡോക്ടർ ഒന്ന് പഫ് ചെയ്തെടുത്തു.
വീഡിയോ ഒന്ന് വലിച്ചു. എന്നിട്ട് പുതിയൊരു തീരുമാനം ഡോക്ടർ എടുത്തു. എന്താണത്? ഐ വുഡ് ഗെറ്റ് മാരീഡ്. ഞാൻ കല്യാണം കഴിച്ചേക്കാം, കല്യാണം കഴിക്കാമെന്ന് ഡോക്ടർ തീരുമാനിച്ചു. ബാച്ചിലർ മാനാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ബാച്ചിലർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തയാള്. അപ്പം വിവാഹം കഴിക്കാൻ ഡോക്ടർ തീരുമാനിച്ചു. എങ്ങനെയുള്ള പെണ്ണാണ് ഡോക്ടറിന് വേണ്ടിയത്? ലേഡി ഡോക്ടർ ആയിരിക്കണം, പ്ലെന്റി ഓഫ് മണി, ധാരാളം പൈസ സ്വത്തുക്കളൊക്കെ ഉള്ള നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരിക്കണം. ഇത് കൂടാതെ നല്ല ഫാറ്റി ലേഡി ആയിരിക്കണം, നല്ല വണ്ണമുള്ള, വേണമെങ്കിൽ നമുക്ക് നല്ല തടിച്ചെന്ന് വേണേ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോ കേട്ടോ. നല്ല ഫാറ്റി ലേഡി ആയിട്ട് വേണം മാരീഡ് ആവാൻ. ഇതായിരുന്നു ഡോക്ടറുടെ തീരുമാനം. വാലിഡ് റീസൺ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണ് ഡോക്ടറുടെ റീസൺ? ഡോക്ടർ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, മണ്ടത്തരം, പൊട്ടത്തരം ഒക്കെ കാണിച്ചു കഴിഞ്ഞാല് ഡോക്ടർ കോടി രക്ഷപ്പെടാൻ പറ്റണം ഭാര്യയുടെ അടുത്തുനിന്ന്. ഇതാകുമ്പോ നല്ല വണ്ണമുള്ള ഫാറ്റി ലേഡി ആകുമ്പം ഇവർക്ക് ഡോക്ടറുടെ പുറകെ ഓടി ഡോക്ടറെ പിടിക്കാൻ പറ്റിയല്ലോ. അപ്പം അതിനു വേണ്ടിയാണ് നല്ല ഫാറ്റി ലേഡിയെ വിവാഹം ചെയ്യണമെന്ന് ഡോക്ടർ തീരുമാനിച്ചത്. എന്ത് ബുദ്ധിപരമായ തീരുമാനം അല്ലേ? ഡോക്ടർക്ക് എന്തൊരു ബുദ്ധിയാ! വണ്ണമുള്ള ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ ഓടി രക്ഷപ്പെടാം. ഡോക്ടറുടെ ഒരു തീരുമാനമാണത്. കൊള്ളാം അല്ലേ? ശരി, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. എന്നിട്ട് ഡോക്ടർ വേറെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly there came a dull thud, as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn round and take a look. No sooner had I returned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. അപ്പൊ ഈ ചിന്തകളൊക്കെ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച്, സുന്ദരനാകുന്നതിനെ കുറിച്ചും ഡോക്ടർക്ക് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഡോക്ടർ വീണ്ടും സീറ്റിൽ പോയിരുന്നു, ചെയറിൽ പോയിരുന്നു. ചെയറിൽ പോയിരിക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പൊ മോളിയൊന്നും ഒരു സൗണ്ടും ഇല്ല, നല്ല സമാധാനമുണ്ട്, ഒരു ശബ്ദവും ഇപ്പൊ കേൾക്കാനില്ല. എന്നിട്ട് ഇപ്പൊ ഡോക്ടർ അവിടെ സീറ്റിലിരിക്കുകയാണ്. സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പോ എന്താ ചെയ്തു എന്നറിയാമോ? പെട്ടെന്ന് ഒരു സൗണ്ട് കിട്ടും. അതായത് നമ്മൾ ഈ റബ്ബർ ട്യൂബ് ഒക്കെ ഉണ്ട്, റബ്ബർ ട്യൂബ് ഒക്കെ എടുത്ത് ഇങ്ങനെ മോളിൽ നിന്ന് താഴോട്ട് ഇടുമ്പോൾ ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കും, ഒരു ടപ്പ് എന്നൊരു സൗണ്ട് അല്ലേ? അങ്ങനത്തെ ഒരു സൗണ്ട് ഡോക്ടർ കേട്ടു. അപ്പൊ എന്ത് സൗണ്ടാണ് ഇപ്പൊ അങ്ങനെ മോളിൽ നിന്ന് എന്ത് വീഴുന്നത്? ഡോക്ടർക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? അത്ര പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്തായിരുന്നു അത്? ഒരു വലിയ പാമ്പായിരുന്നു അത്. ഒരു വലിയ പാമ്പ് ഡോക്ടർ ഇരുന്ന ചെയറിന്റെ ബാക്ക് സൈഡിലേക്ക്, അതായത് നമ്മൾ ചാരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് സ്നേക്ക് വന്ന് വീഴുകയായിരുന്നു. എന്നിട്ട് അതെന്ത് ചെയ്തു? ഡോക്ടറുടെ ഷോൾഡറിലേക്ക് കയറി. ഡോക്ടറുടെ ഷോൾഡറിലേക്ക് കയറിയിട്ട് ഈ സ്നേക്ക് ഇവിടെ ഇരുന്നു. അപ്പം സ്നേക്ക് അവിടെ ഡോക്ടറുടെ ഷോൾഡറിലേക്ക് വന്ന് ഇങ്ങോട്ട് നിൽക്കുന്നതും ഡോക്ടർ ഇവിടുന്ന് മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കുന്നതും ഒരേ സമയത്തായിപ്പോയി. സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിക്കാം. അപ്പൊ ഈ സ്നേക്ക് ഇവിടെ ഷോൾഡറിലേക്ക് കയറി ഇങ്ങനെ ഇരുന്നതും ഡോക്ടർ മുഖം അങ്ങോട്ട് നോക്കിയതും ഒരുമിച്ച് ഒരേ സമയത്തായി പോയി. നമ്മളാണ് എന്ത് ചെയ്യുക അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരാണെങ്കിൽ പേടിച്ച് ബോധം വരെ കെടും അല്ലേ? ഇത്ര വലിയൊരു പാമ്പ് നമ്മുടെ ദേഹത്തെ ഷോൾഡറിൽ വന്നിരുന്നാൽ എന്ത് പറ്റും അല്ലേ? നമുക്ക് നോക്കാം ഡോക്ടർക്ക് എന്ത് പറ്റി. ഡോക്ടർ പേടിച്ചോ, കരഞ്ഞോ, അതോ ഡോക്ടർ ബോധം കിട്ടുപോയോ? നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് അല്ലേ? ശരി, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ്. ഐ ഡിഡ്ന്റ് ജംപ്. ഞാൻ ചാടി എണ്ണീറ്റില്ല. ഐ ഡിഡ്ന്റ് ട്രബിൾ. ഞാൻ പെട്ടെന്ന് ഒന്നും ചെയ്തുമില്ല. ഐ ഡിഡ്ന്റ് ക്രൈ ഔട്ട്. ഞാൻ കരഞ്ഞുമില്ല. ഒന്നും ഡോക്ടർ ഒന്നും ചെയ്തില്ല. There was no time to do any such thing. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു സമയമില്ലായിരുന്നു. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. It would not be correct to say merely that I sat there holding my breath. I was turned to stone, but my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. എന്താണ്? ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ഒരു സമയമല്ല ഇതിപ്പോ ഇത്. ചാടി എണ്ണീക്കാൻ പറ്റിയില്ല, ചാടി ഓടാൻ പറ്റത്തില്ല, ഉറക്കെ കാറാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഒരു കോബ്രയാണ്, ഫുൾ ബ്ലഡഡ് കോബ്രയാണ് ഡോക്ടറുടെ ഷോൾഡറിൽ ഇരുന്നത്. ആ ഷോൾഡറിൽ ഇരുന്ന കോബ്ര താഴേക്ക് ഇറങ്ങിയിട്ട് ഡോക്ടറുടെ എൽബോ എന്ന് പറഞ്ഞാൽ കൈമുട്ടാണ്, ഈ എൽബോയുടെ തൊട്ട് മോൾഭാഗത്തേക്ക് കോയിൽ ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ അത് ചുറ്റിയിട്ട് അത് പത്തിയൊക്കെ വിരിച്ച് കയ്യിൽ അങ്ങനെ അങ്ങ് ഇരുന്നു.
എന്തൊരവസ്ഥയാണ് അല്ലേ? ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്താലും ഈ സ്നേക്ക് ഡോക്ടറെ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കും, ഉപദ്രവിക്കും. അതുകൊണ്ട് ഡോക്ടർ ഒന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ഇഞ്ച് അകലം മാത്രമേ ഉള്ളൂ, ഏകദേശം ഒരു ഇത്ര അകലം മാത്രമേ ഉള്ളൂ ആ പാമ്പിന്റെ ഫേസും ഡോക്ടറുടെ ഫേസും തമ്മിൽ. ഇത്ര ഒരു അകലം മാത്രമേ അവർ തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഡോക്ടർ ശ്വാസം അടക്കി പിടിച്ച് അനങ്ങാതെ ഇരുന്ന പോലെ തന്നെ ഇരുന്നു. ശ്വസിക്കുന്നുണ്ടോ ചോദിച്ചാൽ ശ്വസിക്കുന്നുണ്ട്. ഡോക്ടർ ഈസ് അലൈവ്, ജീവനോടെ ഉണ്ട്. പക്ഷേ ശ്വസിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഒരു ശില പോലെ ഇരുന്നു, ഒരു കല്ല് പോലെ ഡോക്ടർ ഇരുന്നു. പക്ഷേ പച്ച മാംസമുള്ള മനുഷ്യനാണ്, അതുപോലെ ഡോക്ടർ അനങ്ങാതെ ഇരുന്നു. ഡോർ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, പക്ഷെ ഫുൾ ഡാർക്ക്നെസ് ആണ്. ആകെയുള്ള ലൈറ്റിന്റെ വെട്ടത്തിൽ ഡോക്ടർ കാണുന്ന കാര്യമാണ് ഇത്ര അടുത്ത് പാമ്പുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ത് ചെയ്തു? ഇപ്പൊ ഒന്നും ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. കാരണം മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. ഡോക്ടറുടെ മനസ്സ് വളരെ ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഡോർ ഓപ്പൺ ആണ് എന്നുള്ള കാര്യമൊക്കെ ഡോക്ടറുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ അനങ്ങാതെ ഒരു കല്ല് ശില പോലെ അനങ്ങാതെ അവിടെ ഇരുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ശരി, ബാക്കി നോക്കാം. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it, I tried my imagination to write in bright letters outside my little heart the word, oh God. അപ്പം ഡോക്ടർ എന്താണ്, ഡോക്ടറുടെ മനസ്സിൽ പല കാര്യങ്ങൾ പോയപ്പോൾ ഡോക്ടർ ശരിക്കും ദൈവത്തെ, ക്രിയേറ്റർ, ഗോഡ്, ദൈവത്തെ ഡോക്ടർ മനസ്സിൽ ഓർത്തു. അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച ഡോക്ടർ എന്ത് ചെയ്തു? ഡോക്ടറുടെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചു, ഓ ഗോഡ്, എന്റെ ദൈവമേ. ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയിലാണ് നമ്മൾ എപ്പോഴും ദൈവത്തെ വിചാരിക്കുന്നത് അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ ഒരു നിസ്സഹായ അവസ്ഥ തന്നെയാണത് അല്ലെ? ശരിയല്ലേ കൂട്ടുകാരെ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതെ അല്ലേ? കാരണം എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഡോക്ടർ ഫേസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഡോക്ടർ ഓ ഗോഡ്, എന്റെ ദൈവമേ എന്ന് ഡോക്ടർ മനസ്സിൽ വിചാരിച്ചു. There was some pain in my left arm. It was as if a thick laden rod, a rod made of molten fire, was slowly but powerfully crushed my arm. The arm was beginning to be dried of all strength. What could I do? അപ്പം ഇടത് കയ്യിൽ ഇങ്ങനെ ലെഫ്റ്റ് ആമിൽ ഇടത് കയ്യിലാണ് ഇങ്ങനെ പാമ്പ് ചുറ്റിയിരിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞില്ലേ? അപ്പൊ എന്താണ്, അതിങ്ങനെ വരിഞ്ഞ് മുറുകെയാണ് ഇരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയല്ല, മുറുകെ അത് ഇരിക്കുകയാണ്. അപ്പൊ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് he felt some pain there. കുറച്ച് കൈക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ഒരു അയൺ റോഡ് കൊണ്ട് ചുറ്റി വെച്ചിരിക്കുന്ന നല്ല പോലെ കൈക്ക് വേദന എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഹോമിയോ ഡോക്ടർക്ക്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് കൈയുടെ ശക്തി മുഴുവനായിട്ട് പോകുന്നത് പോലെ, കൈ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത പോലെ, തളർന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രമാത്രം വീക്ക് ആകുന്നത് പോലെ, ആ കൈയുടെ മുഴുവൻ ശക്തിയും പോകുന്നത് പോലെ ഡോക്ടർക്ക് തോന്നുന്നു. ഇപ്പൊ ഡോക്ടർ സ്വയം മനസ്സിൽ വിചാരിച്ചു, വാട്ട് കുഡ് ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാല് നമുക്ക് നോക്കാം ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത്. നെക്സ്റ്റ് പേജ് എടുത്തോളൂ. നെക്സ്റ്റ് പേജ് മൊത്തമാണ് നമ്മുടെ കഥ ഇനി തുടരാൻ പോകുന്നത്. പേജ് 26. At my slightest movement, the snake would strike me. The death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicine in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. It seemed as if God appreciated that. The snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using eyeshadow or mascara or wearing a vermilion spot on its forehead? അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പറയാണ് ശരിക്കും ഇയാൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. Death lurked 4 inches away എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരണം ശരിക്കും തൊട്ടടുത്ത്, വെറും 4 ഇഞ്ച് മാത്രം അകലത്തില് മരണം സംഭവിക്കാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സമയമാണ്. ഇപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോബ്ര അറ്റാക്ക് ചെയ്യും.
കണ്ടപ്പം ഇയാളിങ്ങനെ അനങ്ങാതെ, ആരാണ്? നമ്മുടെ ഹോമിയോപതി, ഇങ്ങനെ അനങ്ങാതെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇഫ് ഇറ്റ് സ്ട്രക്ക്, ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കോബ്ര നമ്മളെ അറ്റാക്ക് ചെയ്യാണെന്ന് വിചാരിക്കാം. അറ്റാക്ക് ചെയ്താൽ എന്ത് മെഡിസിൻ ഞാൻ കഴിക്കും, ഇവിടെ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ആലോചിച്ചു. എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ അവിടെ? ഇല്ല അല്ലേ? ഡോക്ടറുടെ റെന്റഡ് റൂം മാത്രമായിരുന്നു അത്. അപ്പം അവിടെ ഒരു മെഡിസിനും ഇല്ല. അപ്പൊ ശരിക്കും ഡോക്ടറുടെ ഒരു നിസ്സഹായ അവസ്ഥ വിചാരിച്ചിട്ട് ഡോക്ടർക്ക് കുറച്ച് വിഷമം തോന്നുന്നു, കരയുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർക്ക് ഡോക്ടറുടെ അവസ്ഥ ഓർത്ത് ചിരി വന്നു. ഡോക്ടർ ചിരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഡോക്ടർ അങ്ങോട്ട് നന്നായിട്ട് ചിരിച്ചു. ഈ ചിരി കേട്ട് ശരിക്കും ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്നാണ് കഥയിൽ പറയുന്നത്. ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം. ആ വിഷമഘട്ടത്തില് അദ്ദേഹം ഒരു ചിരിയോടുകൂടി അത് സ്വീകരിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിച്ചു? സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് പാമ്പ് അതിന്റെ തല പതിയെ ചരിച്ചു. അപ്പൊ ആ സമയത്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഇവരുടെ ഓപ്പോസിറ്റ് ഒരു മിറർ ഉണ്ടായിരുന്നു. ആ ടേബിളില് ഒരു ലാമ്പും ഒരു മിററും ഒരു കോമ്പും ആണെന്ന് ടീച്ചർ ആദ്യമേ പറഞ്ഞായിരുന്നു. കൂട്ടുകാരത് ഓർക്കുന്നുണ്ടോ? സെയിം മിറർ ഇപ്പോഴും അവിടെ തന്നെയായിരുന്നു. അപ്പൊ ഓഥർ പറയാണ്, ആരാണ്? നമ്മുടെ ബഷീർ പറയാണ്, ആദ്യമായിട്ടായിരിക്കും ഒരു സ്നേക്ക്, ഒരു പാമ്പ് കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം നോക്കുന്നത്. ചിലപ്പോൾ ആദ്യത്തേതും അല്ലായിരിക്കാം, നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പൊ ഇതിന്റെ ഈ രൂപം അവിടെ കണ്ടപ്പം ഇത് എന്ത് ചെയ്തു? അതുവരെ ഉണ്ടായിരുന്ന അതിന്റെ ആ ഒരു ലുക്ക്, അതിന്റെ കോൺസെൻട്രേഷൻ അങ്ങ് മാറി. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഈ മിററിലേക്ക് തന്നെ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ആ പാമ്പിനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരുന്നേ. ഇനി പാമ്പു എന്നെ പോലെ വല്ല സൗന്ദര്യം ആരാധിക്കുക വല്ലതും ആണോ? സൗന്ദര്യം ശ്രദ്ധിക്കുവാണോ? അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഡോക്ടർ ആലോചിക്കുകയാണ്, മുസ്റ്റാഷ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, മീശയും താടിയൊക്കെ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണോ ഡോക്ടർ ആലോചിക്കുന്നത്? അതോ ഇനി വല്ല ഐഷാഡവോ, പെണ്ണുങ്ങളാണ് എന്താ യൂസ് ചെയ്യുന്നത് അല്ലേ? ഐഷാഡോ, മസ്കാര, ഐലൈനറോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇനി പാമ്പ് വല്ല ഐഷാഡോ മസ്കാരയോ ഒക്കെയാണോ യൂസ് ചെയ്യുന്നത്? അതോ എന്താണ് പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത്? വെർമിലിയൻ സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്ദൂരം തൊടുന്ന പോലെ അല്ലെ? അപ്പൊ ഇനി പാമ്പ് ഇനി അത് വല്ലതും ആണോ ആലോചിക്കുന്നത്? പാമ്പ് എന്തായിരിക്കും ഈ കണ്ണാടി നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നതെന്ന് നമ്മുടെ ഓഥർ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളല്ലേ ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ആ കഥാകാരൻ, ഹോമിയോപതി ആലോചിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ കഥ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ പാമ്പ് കണ്ണാടി നോക്കി അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുകയാണ്. ബാക്കി എന്തായെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. I did not know anything for certain. What sex was the snake? Was it male or female? I will never know, for the snake unwounded itself from my arm and slowly slithered into my lap. From there it crept into the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at closer quarters. I was no mere image out in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quickly went out through the window into the veranda. From there, I leapt into the yard and ran for all I was worth. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ വീണ്ടും നമ്മുടെ ഹോമിയോപതി ആലോചിക്കുകയാണ്, ഈ സ്നേക്ക് മെയിലാണോ ഫീമെയിൽ ആണാണോ പെണ്ണാണോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും എന്ത് തന്നെ ആയാലും നമുക്കറിയില്ല അല്ലെ, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത്? അപ്പൊ പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു. ഈ സ്നേക്ക് ഇങ്ങനെ മിററിലേക്ക് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കാന്ന് ടീച്ചർ പറഞ്ഞില്ലേ? ഈ സ്നേക്ക് അതിന്റെ രൂപം അടുത്ത് കാണാൻ വേണ്ടി ആയിരിക്കാം എന്നാണ് കഥാകാരൻ പറയുന്നത്. എന്നിട്ട് അതിന്റെ ദേഹത്ത് നിന്ന് ഈ കയ്യിൽ നിന്ന് അത് വേഗം ഇഴഞ്ഞ് മടിയിലേക്ക് ഇറങ്ങി. ആരുടെ? ഹോമിയോ ഡോക്ടറിന്റെ മടിയിലേക്ക് ഇറങ്ങി. മടിയിൽ നിന്ന് അത് വേഗം മേശയിലേക്ക് കയറിയിട്ട് അതിന്റെ റിഫ്ലക്ഷൻ കുറച്ചുകൂടി അടുത്ത് ആസ്വദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കണ്ണാടിയുടെ തൊട്ടടുത്തേക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി അത് അതിന്റെ തൊട്ടടുത്തേക്ക് നിന്നു. ഇത്ര നേരം ഒരു മരിച്ച ഒരാളെ പോലെ, ശില പോലെ, കല്ല് പോലെ അനങ്ങാതെ ഇരുന്ന നമ്മുടെ ഡോക്ടർ ഈ സമയത്ത് പെട്ടെന്ന് ജീവൻ വെച്ച ഒരാളെ പോലെ എന്ത് ചെയ്തു? പെട്ടെന്ന് അവിടുന്ന് ചാടി എണ്ണീറ്റ് അവിടെ ഡോറ് തുറന്നു കിടക്കുമായിരുന്നല്ലോ, അതിലൂടെ ചാടി വരാന്തയിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഒറ്റ ചാട്ടം വെച്ച് കൊടുത്തു. എന്നിട്ട് അയാളുടെ മുഴുവൻ ശക്തി എടുത്ത് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കാര്യം പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളക്കുകയില്ല. അമ്മാതിരി ഓട്ടമായിരുന്നു ഡോക്ടർ ഓടിയത്. ഡോക്ടർ ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു.
ഇറ്റ് ഈസ് എ സൗണ്ട്, ആൻ ഇമോഷൻ. കേട്ടോ, അതൊരു സൗണ്ട് കൊടുത്തിരിക്കുകയാണ്, PHEW. അതൊരു ഇമോഷൻ അവിടെ കൺവേ ചെയ്തിരിക്കുകയാണ്. ഇത് ആരുടെ ഇമോഷൻ ആയിരിക്കാം അത്? നമുക്ക് നോക്കാം കേട്ടോ. Each of us heaved a sigh of relief. All of us lit BDs. Somebody asked, "Doctor, is your wife very fat?" അപ്പോൾ എന്താണ്, ഡോക്ടർ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിടം വരെ ശരിക്കും ഡോക്ടറുടെ കഥ പറഞ്ഞ് ഡോക്ടർ തീർത്തു. ഹോമിയോപ്പത് അതിന്റെ കഥ പറഞ്ഞ് തീർത്തു. അത്രയാണ് ശരിക്കും സംഭവിച്ച കാര്യം ഡോക്ടറോടെ പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് എന്താണ്, അത്രയും നേരം കഥയൊക്കെ കേട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്വാസം അടക്കി പിടിച്ച് കുറെ കൂട്ടുകാർ ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആരായിരുന്നു? നമ്മൾ കഥയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ ആളുകൾ കൂടി ഇരുന്ന് പാമ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. They were discussing about snake. ആ ടൈമിലാണ് ഹോമിയോപ്പത് 2 ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ കഥ തുടങ്ങിയത്. ഇപ്പാണ് ഡോക്ടറുടെ കഥ തീർന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓടി രക്ഷപ്പെട്ടായിരുന്നു. ആ കോബ്രയിൽ നിന്ന്, ഫുള്ളി ബ്ലഡഡ് കോബ്രയിൽ നിന്ന് ഡോക്ടർ രക്ഷപ്പെട്ടെന്ന് കേട്ടപ്പോഴാണ് എല്ലാവർക്കും ഒരു റിലീഫ് ആയത്, ഒരു ആശ്വാസമായത്. എന്നിട്ട് ഡോക്ടർ എല്ലാവരും എന്ത് ചെയ്തു, എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി പോകുന്നു. എല്ലാവരും പെട്ടെന്ന് വീഡിയോ എടുത്ത് എല്ലാവരും അത് ലൈറ്റ് ചെയ്തു, എന്നിട്ട് യൂസ് ചെയ്തു. അപ്പൊ പെട്ടെന്ന് ആരോ ചോദിച്ചു, ഡോക്ടറുടെ വൈഫ് ഡോക്ടർ ആഗ്രഹിച്ച പോലെ തന്നെ ഫാറ്റി ലേഡി ആണോ എന്ന് പെട്ടെന്ന് ആരോ ഡോക്ടറോട് ചോദിച്ചു. നോ. The doctor said, God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ വിചാരിച്ചവരെ ഒന്നും അല്ല ദൈവം വെച്ചിരുന്നത്. വളരെ മെലിഞ്ഞ് സുന്ദരിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയാണ് ഡോക്ടറുടെ ഭാര്യ. ഡോക്ടർ വിചാരിച്ച പോലെ നല്ല ഫാറ്റി ലേഡി ഒന്നും അല്ല ഡോക്ടറുടെ വൈഫായിട്ട് വന്നിരിക്കുന്നത്. Someone else asked, "Doctor, when you ran, did the snake follow you?" അപ്പൊ അടുത്തയാൾ വേറൊരു സംശയം ചോദിക്കുകയാണ്, ഡോക്ടർ ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ പാമ്പ് ഡോക്ടറുടെ പുറകെ വന്നോന്ന്, അത് ഡോക്ടറെ ഫോളോ ചെയ്തെന്ന് മറ്റാരോ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ എന്താ റിപ്ലൈ പറഞ്ഞത് നമുക്ക് നോക്കാം. The doctor replied, "I ran and ran till I reached a friend's house. Immediately I smeared oil all over myself and take a bath. I changed into fresh clothes. The next morning at about 8:30, I took my friend and 1 or 2 others to my room to move my things from there. But we had little to carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult." "What was that?" I asked. The doctor said, "My vest, the dirty one. The fellow had such a sense of cleanliness. The rascal could have taken it and used it after washing it with soap and water. Did you see the snake the next day, doctor?" The doctor laughed. "I have never seen it since. It was a snake which was taken with its own beauty." അപ്പോൾ ഡോക്ടറോട് ആരോ ചോദിച്ചു, അത് ഡോക്ടറുടെ പുറകെ ഓടി വന്നിട്ടുണ്ടായിരുന്നോ എന്ന്. ഡോക്ടർ പറഞ്ഞു ഇല്ല. അപ്പം എന്താ സംഭവിച്ചത് ശരിക്കും? അന്ന് ഡോക്ടർ ഇറങ്ങി ഓടിയിട്ട് ഓടി ഡോക്ടറുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വരെ ഡോക്ടർ ഓടി. കുറേ ദൂരം അപ്പുറം ഡോക്ടറുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ വരെയാണ് ഡോക്ടർ ഓടിയത്. ഇറങ്ങി ഓടി കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് സ്മിയാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓയിൽ സ്മിയാർഡ് എന്നാണ് പറയുന്നത്. അപ്പം ഡോക്ടറിന്റെ ശരീരം മുഴുവൻ എണ്ണ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ ഒന്ന് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സുകളൊക്കെ ധരിച്ചു. പിറ്റേ ദിവസം രാവിലെ 8:30 ആയപ്പോഴത്തേനും ഡോക്ടർ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി അവിടേക്ക് ചെന്നു. ഡോക്ടറുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് താമസം മാറാൻ. ജീവൻ കൈ പിടിച്ചാണ്, ഇന്നലെ കുറേ സമയം അവിടെ ഇരുന്നല്ലേ, അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അവിടെ താമസിക്കാൻ ഡോക്ടർ തയ്യാറല്ലായിരുന്നു. അപ്പം ഡോക്ടറുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അയാളും ഡോക്ടറുടെ ഫ്രണ്ടും ഡോക്ടറും കൂടെ വന്നു. അപ്പോഴാണ് ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായത്, കൊണ്ടുപോകാനായിട്ട് ഇനി വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പൊ എന്താ സംഭവിച്ചേ? ഡോക്ടർ പറയാണ്, ഡോക്ടർ രാത്രി ഇറങ്ങി ഓടിയല്ലോ. ഡോക്ടർ രാത്രി ഇറങ്ങി ഓടിക്കഴിഞ്ഞ് വീടൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നത് കാണുമല്ലേ. അപ്പൊ ഏതോ ഒരു കള്ളം വന്ന് ഡോക്ടറുടെ അവിടെ ഉണ്ടായിരുന്ന 90% ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഡോക്ടറുടെ അവിടുന്ന് ആരോ മോഷ്ടിച്ചെടുത്തോണ്ട് പോയി. ഒരു സാധനം മാത്രം കൊണ്ടുപോകാതെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയാവോ? വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ബനിയനാണ് ഡോക്ടറുടെ. അത് വൈറ്റ് ആയിരുന്നു, പക്ഷെ അത് ഉപയോഗിച്ച് വേറൊരു കളറായി മാറിയായിരുന്നു. അപ്പൊ ഡോക്ടർ തമാശ രൂപേണ പറയാണ്, കുറച്ച് വൃത്തിയുള്ള കളറാന്ന് തോന്നുന്നു, ആ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രം കൊണ്ടുപോയില്ല. വേണമെങ്കിൽ അയാൾക്ക് അലക്കി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷെ എന്താണ്, നല്ല വൃത്തിയൊക്കെ ക്ലെൻലിനെസ് ഉള്ള
കള്ളനാണ്. കള്ളൻ അത് കൊണ്ടുപോയോ? ഇല്ല, അത് മാത്രം അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കള്ളൻ കൊണ്ടുപോയില്ല. ബാക്കി ഡോക്ടറുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് ഡോക്ടർ അവിടെയുള്ള അവരുടെ ഡിസ്കഷൻ പാനലിൽ അവരുടെ കൂട്ടുകാരുടെ അടുത്തുള്ള ആ സംസാരത്തിനിടയ്ക്ക് ഡോക്ടർ ഉള്ള കാര്യം സത്യം പറഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് കൂട്ടുകാരിലുള്ള കേട്ടിരുന്ന ഒരാളിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ഇതായിരുന്നു അവസാനത്തെ ചോദ്യം. ആ പാമ്പിനെ ഡോക്ടർ പിന്നെ എപ്പോഴെങ്കിലും കണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. പ്രത്യേകിച്ച് നെക്സ്റ്റ് ഡേ അവരവിടെ ചെന്നപ്പം പിറ്റേ ദിവസം ആ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ പിറ്റേ ദിവസം ആ പാമ്പിനെ ഇവർ എപ്പോഴെങ്കിലും പിന്നീട് കണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. ഡോക്ടർ പൊട്ടിച്ചിരിച്ചു. ലാഫി എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഡോക്ടർ പറയാണ്, ഞാൻ അതിനെ പിന്നെ ഇന്നേ വരെ കണ്ടിട്ടേ ഇല്ല. കാരണം എന്താണ്? ആ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയ പാമ്പാണെന്ന് തോന്നുന്നു. അതിനെ പിന്നെ ഇതേവരെ അവിടെ എവിടെയും കണ്ടിട്ടോ ഇല്ലാന്ന്. ഇവിടെ നമ്മുടെ സ്റ്റോറി തീരുകയാണ്. നല്ല സ്റ്റോറി ആയിരുന്നു അല്ലേ? ദ സ്നേക്ക് ആൻഡ് ദി മിറർ, പാമ്പും കണ്ണാടിയും. വൈക്കം മുഹമ്മദ് ബഷീറിനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ സ്റ്റോറീസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ടെക്സ്റ്റിൽ ഈ സ്റ്റോറി വായിക്കണം. സ്റ്റോറിയുടെ അർത്ഥം എല്ലാം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അതിനകത്ത് വേർഡ്സിൻ്റെ മീനിങ്സ് ഉണ്ട്. അത്യാവശ്യം സ്റ്റോറിയുടെ ഒരു സമ്മറി ഡെവലപ്പ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സ്റ്റോറി തീർന്ന് സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ടീച്ചറെ വിചാരിക്കുകയാണ്. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ആ സ്റ്റോറി മാറ്ററിനെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിലേക്ക് തന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടോപ്പിക് ദാറ്റ് കെയിം അപ്പ് ഫോർ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്? ഡോക്ടറും ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ദ ടോപ്പിക് വാസ് എൻകൗണ്ടർ വിത്ത് സ്നേക്ക്. സ്നേക്കുമായിട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്? ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ അത് സ്റ്റോറിയിൽ എന്താണ്? വാട്ട് ഡസ് ഇറ്റ് സജസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇറ്റ് സജസ്റ്റസ് ഇറ്റ് വാസ് ഫുള്ളി ഗ്രോൺ സ്ട്രോങ് ആൻഡ് എനർജറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരു കോബ്ര, മൂർഖൻ പാമ്പിനെയാണ് ഫുൾ ബ്ലഡഡ് കോബ്ര എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The sound was a familiar one. What was the sound? The sound was familiar. വളരെ പരിചിതമായ ശബ്ദമായിരുന്നു. എന്തായിരുന്നു ആ ശബ്ദം? ആൻസർ, the sound of rats running across the beam. ബീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു. ഉത്തരമാണ്. ഉത്തരത്തിൽ കൂടി എലികൾ, റാറ്റ്സ് ഓടുന്നതിന്റെ ശബ്ദമായിരുന്നു ആ ഫെമിലിയർ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in those days I was a great admirer of beauty. Pick out the phrases and expressions from the story that justify the statement. In those days, ആ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു, കുറച്ച് സൗന്ദര്യ ആരാധകനായിരുന്നു. ഇത് തെളിയിക്കുന്ന ഫ്രേസസ്, വാചകങ്ങൾ, എക്സ്പ്രഷൻസ് സ്റ്റോറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് കാര്യമാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത്. ആൻസർ, taking a close look at my face in the mirror, shave daily, grow a mustache to look more handsome. ഇതാണ് ആൻസർ. എന്ന് പറഞ്ഞാൽ എന്താണ്? മിററിലേക്ക് ഒരു ക്ലോസ് ലുക്ക് കൊടുത്തിട്ട് ഡോക്ടർ ഡിസൈഡ് ചെയ്ത കാര്യമാണ് ഡെയിലി ഷേവ് ചെയ്യുക, തിൻ മൊസ്റ്റാഷ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഡോക്ടർ കുറച്ചും കൂടെ ഹാൻസം ആകും, ഒരു ഹാൻസം ഫീല് കിട്ടും. ഈ ആൻസർ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ അഡ്മയറർ ഓഫ് ബ്യൂട്ടി എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ ഏതാണ് സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാകും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദ 2 important and earth-shaking decisions that the doctor takes while looking into the mirror? മിററിലേക്ക് നോക്കിയിരുന്നപ്പോൾ
ഡോക്ടർ എടുത്ത വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവായ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. And the answer is, one was to grow a mustache and the other was to keep the attractive smile on his face to look more handsome. ഒന്നാമത്തെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗ്രോ എ മൊസ്റ്റാഷ് എന്നുള്ളതായിരുന്നു. ഒരു മൊസ്റ്റാഷ് അത് ഡെവലപ്പ് ചെയ്ത് വെക്കുക മുഖത്ത്. ആ കൂട്ടത്തിൽ തന്നെ ഒരു സ്മൈൽ, ഒരു ചെറിയ പുഞ്ചിരി കൂടെ മുഖത്ത് എപ്പോഴും കീപ്പ് അപ്പ് ചെയ്യുക. ഇത് രണ്ടും ചെയ്യുമ്പം ഹി ലുക്സ് മോർ ഹാൻസം. അപ്പം ബാച്ചുലർ ആയിട്ടുള്ള അൺമാരിഡ് മാൻ ആയിട്ടുള്ള ഈ യങ് മാന് ഈ ചിരി കൂടി മുഖത്തേക്ക് വെക്കുമ്പം കുറച്ചുകൂടെ ഹാൻസം ആയിട്ട് ഫീൽ ചെയ്യും. അതിനു വേണ്ടിയായിരുന്നു ഡോക്ടർ അത് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ. Again came that noise from above. Did the doctor pay much attention to the noise? Why? Again came that noise. വീണ്ടും ആ ശബ്ദം മുകളിൽ നിന്ന് കേട്ടു എന്ന് ഡോക്ടർ അവിടെ പറയുന്നുണ്ട്, സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം കേൾക്കുന്നതിന് ഡോക്ടറുടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെയാണ്. He didn't pay much attention to the noise. It was the noise of rats running across the beam. It was a familiar sound. ഡോക്ടർ അധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ എപ്പോഴും ഇങ്ങനെ റാറ്റ്സ് ആ ബീമിൽ കൂടെ ഓടുന്നതായിരുന്നു. അത് ഡോക്ടർക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഈ കാരണത്താലാണ് ഡോക്ടർ അധികം ശ്രദ്ധ അങ്ങോട്ട് ആ ശബ്ദം കേട്ടപ്പോൾ കൊടുക്കാതിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് എ വുമൻ ഡസ് ദ ഡോക്ടർ വാണ്ട് ടു മാരി? വൈ? ഏത് രീതിയിലുള്ള സ്ത്രീയാണ്, എങ്ങനെയുള്ള സ്ത്രീയെയാണ് ഡോക്ടർക്ക് കല്യാണം കഴിക്കണം, ഡോക്ടർക്ക് മാരേജ് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞത്? അതിന്റെ കാരണം എന്തെന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഡോക്ടർ മാരീഡ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതല്ല, എങ്ങനെയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നായിരുന്നു ഡോക്ടർ ചിന്തിച്ചിരുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അത് കൂട്ടുകാർ ആ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഉത്തരം എഴുതുമ്പോൾ മാറിപ്പോകാൻ പാടില്ല. അതിന്റെ ആൻസർ ഇങ്ങനെയാണ്. He wants to marry a lady doctor with plenty of money and a good medical practice. She should also be fat. He wanted her to be fat so that in case he makes any mistake, he wanted to run away. She should not catch up with him. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർക്ക് വളരെ പൈസയുള്ള, വളരെ മെഡിക്കൽ പ്രാക്ടീസ് വളരെ നന്നായിട്ടുള്ള, ധനാഢ്യയായ ഒരു വണ്ണമുള്ള ഫാറ്റി ലേഡി, തടിയുള്ള ഒരു സ്ത്രീയായിരുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹം. കാരണം ഇൻ കേസ് ഡോക്ടർ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീ എന്ത് ചെയ്യുമായിരുന്നു? ഡോക്ടറുടെ പുറകെ ഓടി വന്ന് ഡോക്ടറെ പിടിക്കില്ല. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും. ഇതിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.